കൈകെട്ടാണ് ആ കുഞ്ഞ് 2 വയസ്സായ കൊച്ചിനെ ഏകയാക്കി നമ്മളെല്ലാം വിഷമത്തിലാക്കി പോയത്. അതിന് കാരണക്കാരായവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇന്ന് 10-18 ദിവസത്തോളമായി. അതിനാൽ അതിനെതിരെ ഒരു പ്രതിഷേധ പ്രകടനമാണ്, പോലീസിന്റെ ഊർജിതമായ ഇടപെടലിന് വേണ്ടിയുള്ള പ്രതിഷേധമാണ് ഇവിടെ നടക്കുന്നത്. അതിനെ ഉദ്ഘാടനം ചെയ്യാനായി ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ജമാഅത്ത് പ്രസിഡന്റ് പാച്ചല്ലൂർ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. മൂലം ആത്മഹത്യ ചെയ്തിട്ട് ഏകദേശം 20 ദിവസങ്ങൾ അടുക്കുകയാണ്. അന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഞങ്ങൾ ആ ബോഡിയുമായി നേരെ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് കോർട്ട് ഓഫീസിൽ ഞങ്ങൾ പോവുകയും അവിടെ നിന്ന് ഞങ്ങൾക്ക് ദിവസങ്ങൾക്കകം തന്നെ പ്രതിയെ പിടിക്കുമെന്ന് ഉറപ്പു തരികയും ചെയ്തു. എന്നാൽ ഇത്രയും ദിവസം പിന്നിട്ടിട്ടും വളരെ ക്രൂരമായ രീതിയിൽ, പൈശാചികമായ രീതിയിൽ ആത്മഹത്യാ പ്രേരണ നടത്തിയ ആ പെൺകുട്ടിയുടെ ഭർത്താവിന്റെ അമ്മയുണ്ട്, അതുപോലെ തന്നെ പിതാവുണ്ട്, കുട്ടിയുണ്ട്, ബന്ധുക്കളുണ്ട്. അവരുടെ ജമാഅത്തായ പാച്ചല്ലൂർ മുസ്ലിം ജമാഅത്തും നാട്ടുകാരും ഒരുമിച്ചാണ് ഈ പ്രതിഷേധ സമരം നടത്തുന്നത്. ഞങ്ങൾക്ക് സർക്കാരിനോടും പോലീസിനോടും ആവശ്യപ്പെടാനുള്ളത് വളരെ പെട്ടെന്ന് പ്രതികളെ പിടിച്ചില്ല എങ്കിൽ സമരങ്ങൾ ശക്തമാക്കും. മുഖ്യമന്ത്രിയുടെ വസതി വരെ ഞങ്ങൾ ധർണ്ണ നടത്തേണ്ടി വരും. ഞങ്ങൾ അങ്ങറ്റം വരെ ഈ വിഷയങ്ങൾക്ക് മുന്നോട്ട് പോകുമെന്നുള്ളത് കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമുക്കറിയാം, ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും വലിയ പോലീസാണ് കേരള സംസ്ഥാനത്തുള്ളത്. പോലീസ് ക്രിയാത്മകമായി നീക്കങ്ങൾ നടത്തിയിരുന്നുവെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ പ്രതികളെ പിടിക്കാൻ കഴിയുമായിരുന്നു. ഇനി ഒരു സഹോദരിക്കും, ഇനി ഒരു അമ്മ പെറ്റ മകൾക്കും ഈ ഒരു വിഷയത്തിൽ കേരളത്തിൽ ഉണ്ടാകരുത്. നമുക്കറിയാം, മാസങ്ങളോളം 2 വർഷമായ കല്യാണം കഴിഞ്ഞ ആ കൊച്ചു സഹോദരിയെ ദിവസങ്ങളോളം വീട്ടിലിട്ട് പീഡിപ്പിച്ച് ഹോസ്പിറ്റലിലാക്കി അവിടെയും പീഡനം നടത്തിയിട്ടാണ് വീട്ടിൽ കൊണ്ടാക്കിയത്. വളരെ മോശമായ രീതിയിൽ സമുദായത്തിനും സമൂഹത്തിനും നാടിനും എല്ലാം അവമാനമായ രീതിയിലുള്ള പ്രവർത്തനമാണ് നടന്നത്. ഞങ്ങൾക്ക് മറ്റൊന്നും പറയാനില്ല. എത്രയും പെട്ടെന്ന് സർക്കാരും പോലീസും ക്രിയാത്മകമായി ഇടപെട്ട് പ്രതികളെ പിടിക്കണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് ഞങ്ങൾക്ക് ഈ സന്ദർഭത്തിൽ പറയുവാനുള്ളത്. ഇവിടെ ഈ കുടുംബവും അതുപോലെ തന്നെ ജമാഅത്തും അവിടെ ആ പ്രദേശത്തെ നാട്ടുകാരുമാണ് ഈ പ്രതിഷേധ സമരത്തിൽ പങ്കെടുക്കുന്നത്. ആയതുകൊണ്ട് തന്നെ എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഈ പ്രതിഷേധ ധർണ്ണ ദൈവനാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായി നിർത്തുന്നു. ജയ് ഭാരത്, ജയ് ഹിന്ദ്. മാത്രമാണ് ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നത്. ഇവിടെ ഏകദേശം 3 ആഴ്ചയോളം അടുക്കുകയാണ്. ഒരു 10-22 വയസ്സ് മാത്രം ജീവിച്ച ഒരു മകളെ ഭർത്താവും അവരുടെ വീട്ടുകാരും ചേർന്ന് അതിക്രൂരമായി, പകൽ വെളിച്ചത്തിൽ അതിക്രൂരമായി അവളെ ആക്രമിക്കുകയും വേദന കൊണ്ട് സഹികെട്ട് ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ ആത്മഹത്യയിലേക്ക് പോകേണ്ടി വന്ന ആ കൊച്ചുമകളുടെ ഘാതകരെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞ 3 ആഴ്ചയായി ഇവിടുത്തെ ഗവൺമെന്റിന് കഴിയുന്നില്ല. അതിനു കാരണം എന്ന് പറയുന്നത് ഈ ഗവൺമെന്റ് പോലീസിനെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിൻ്റെ അനന്തര ഫലമാണ് ഇന്ന് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. സാധാരണക്കാരായ ജനങ്ങൾക്ക് നീതി ലഭിക്കാത്ത ഒരു സാഹചര്യം ഇന്ന് കേരളത്തിൽ നിലനിൽക്കുകയാണ്. ഏതെങ്കിലും കാരണവശാൽ CPM-മായി ബന്ധമുള്ള ആളുകൾ ഏതെങ്കിലും കേസുകളിൽ പെടുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൽ 1-ാം പ്രതിയായിട്ടുള്ള നമ്മുടെ മകളുടെ ഭർത്താവ് CPM-ന്റെ അനുഭാവിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. CPM-ന്റെ സജീവ പ്രവർത്തകരായ ഫാമിലി ആയതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ ഈ അമ്മയുടെ കണ്ണുനീര് ഇവിടത്തെ പോലീസും ഈ ഗവൺമെന്റും കാണാതെ പോകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്കൊക്കെ അറിയാം, വാളയാറിലും വണ്ടിപ്പെരിയാറിലും ഒക്കെ നടന്ന ക്രൂരമായ കൊലപാതകങ്ങളെ ന്യായീകരിക്കുവാൻ, അല്ലെങ്കിൽ ആ കൊലപാതകത്തിൽ പ്രതികളായിട്ടുള്ള ആളുകളെ സംരക്ഷിക്കുവാൻ ഈ ഗവൺമെന്റും പോലീസും എടുത്തിട്ടുള്ള നടപടികൾ, നിലപാടുകൾ ഇന്ന് നമ്മുടെ മുന്നിൽ ചോദ്യചിഹ്നമായി നിൽക്കുമ്പോൾ ഇവിടെ നമ്മുടെ തിരുവനന്തപുരത്തും നടന്ന അതിദാരുണമായ ഈ സംഭവത്തിലും അത്തരത്തിലുള്ള രാഷ്ട്രീയപരമായ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ന്യായമായും സംശയിക്കേണ്ടുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അല്ലെങ്കിൽ രാജ്യരാമാനം പൊതുപ്രവർത്തകരെ പോലും വീടുകളിൽ ചെന്ന് വീട് വളഞ്ഞ് കൊലപാതകികളെ പോലെ
അല്ലെങ്കിൽ മറ്റ് ക്രൂരമായ ക്രിമിനൽ കേസുകൾ നടത്തിയ ആളുകളെ പോലെ കേരളത്തിലെ അറിയപ്പെടുന്ന പൊതുപ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുവാൻ ഈ ഗവൺമെന്റും പോലീസും കാണിക്കുന്ന ആ ഒരു ആത്മാർത്ഥതയുണ്ടല്ലോ, ആ ഒരു ധൈര്യമുണ്ടല്ലോ, അത് സാധാരണ ജനങ്ങൾക്ക്, നീതി നിഷേധിക്കപ്പെട്ട ജനങ്ങൾക്ക് കൂടി നൽകുവാൻ ഈ ഗവൺമെന്റ് തയ്യാറാകണം. അല്ലെങ്കിൽ ആ പ്രദേശത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നടത്തുവാൻ പോകുന്ന അല്ലെങ്കിൽ നേരിടുവാൻ പോകുന്ന സഹന സമരത്തിൽ ഈ പ്രദേശത്തെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ജനാധിപത്യത്തെയും നീതി വ്യവസ്ഥയും ഈ രാജ്യത്ത് പുലർന്നു കാണണം എന്നാഗ്രഹിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒപ്പം ചേർന്നുകൊണ്ട് ഈ അമ്മയുടെ കണ്ണീരിനൊപ്പം നിൽക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു. അഭിവാദനങ്ങൾ. ജയ് ഹിന്ദ്. സമരത്തിന്റെ ഭാവം മാറ്, സമരത്തിന്റെ ഭാവം മാറ്, ഭാവം മാറും രൂപ. ഞങ്ങളുടെ കുടുംബത്തിന്റെ ആരോപണം ഉയർന്നു, സ്ത്രീധന പീഡനം അടക്കമുണ്ട്. ഇപ്പോൾ ഇത്രയും ദിവസമായി, 10-18 ദിവസമായി. അപ്പോൾ പോലീസ് ഒരു തരത്തിലും നിഷ്ക്രിയമായിട്ട് നിൽക്കുന്നുള്ളതാണോ കുടുംബം ആലോചിക്കുന്നത്? അതെ, എങ്കിലും എപ്പോഴേ പിടിക്കാൻ പറ്റുന്ന 2 ആഴ്ച വരെ കഴിഞ്ഞില്ല, 3 ആഴ്ച ആവാൻ പോകുന്നു. ഇതുവരെ അവർക്ക് ഒളിപ്പിച്ചേർത്തിരിക്കുന്നതാണ്. ഈ പോലീസ് എന്തുകൊണ്ടാണ് പ്രതികളെ പിടികൂടാൻ കഴിയാത്ത അല്ലെങ്കിൽ കൂടുതൽ കുറ്റങ്ങൾ ചുമത്താത്ത എന്തുകൊണ്ടാണെന്ന് കുടുംബം കരുതുന്നത്? അവരുടെ കാശിന്റെ സ്വാധീനം, പണത്തിന്റെ സ്വാധീനം കൊണ്ടാണ് അവരെ മറച്ചു പിടിച്ചു നിർത്തിയിരിക്കുന്നത്. രാഷ്ട്രീയപരമായിട്ടും എല്ലാ രീതിയിലുമുണ്ട്. ഇപ്പോൾ സെക്രട്ടറിയുടെ മുമ്പിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു മകളുടെ ആത്മഹത്യയിൽ ഒരു കുടുംബം സെക്രട്ടറിയിലേക്ക് വരിക എന്നൊക്കെ പറയുന്നത് അപൂർവങ്ങളായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ സെക്രട്ടറിയിലേക്ക് വന്നപ്പോൾ ഈ സമരത്തിൽ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾക്ക് നീതി കിട്ടണം, അത്രമാത്രം കിട്ടുമെന്നുള്ള ഒരു വിശ്വാസം. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനിറങ്ങിയത്. ഈ കുടുംബത്തിലെ പിതൃമായ ബന്ധുക്കളും നാട്ടുകാരും പോലീസിന് കൃത്യമായിട്ട് അറിയാം, പോലീസ് കൃത്യമായിട്ട് അറിയാം. ഞങ്ങൾക്ക് ഉറപ്പ് തന്നെയാണ് അവർ ഒളിപ്പിച്ച് നിർത്തിയിരിക്കുന്നതാണ്. ഞങ്ങളുടെ ജീവൻ പോയാലും നമുക്ക് ഇതിന്റെ വ്യത്യാസം പുറത്തു കൊണ്ടുവരണം, സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം. നമുക്ക് നീതി വേണം സാർ, എത്ര നീതി വേണം, നമുക്ക് നീതി വേണം. ചോർത്തി കൊടുത്താണ് അവരെ പിടിക്കാതെ ഇട്ടേക്കണത്. മാറി അവിടെ സൂചിച്ചിരിക്കണം. ബാംഗ്ലൂർ എവിടെയൊക്കെ ഉണ്ടെന്നൊക്കെ ആളുകൾ പറയും. ജാമ്യം എടുക്കാനും പോകുന്നു പറയുന്നു. ജാമ്യം എടുക്കാൻ പോകുന്നത്, ജാമ്യം എടുത്തിട്ട് സുഖമായിട്ട് വടിയിറങ്ങും. ഇവിടെ നമുക്കൊന്നും ജാമ്യമില്ല. പിന്നെ ജാമ്യം എടുക്കുമ്പോൾ അവരെ പിടിക്കും. ഉത്തരം തന്നെ ഞങ്ങൾക്ക് പറയണം, നീതി കിട്ടണം. മുഖ്യമന്ത്രി സർക്കാർ ഇടപെടണമെന്നാണോ പറയുന്നത്? മുഖ്യമന്ത്രി വീട്ടിൽ പോകും. വലിയ പ്രതിഷേധമാണ് ഈ പെൺകുട്ടിയുടെ മരണം. അതിൽ പ്രതികളെ പിടിക്കുന്നില്ല എന്ന് മാത്രമല്ല, പ്രതികളെ രക്ഷപ്പെടാനുള്ള പണമുണ്ട്. വീട്ടുകാരെ കൊണ്ടു തന്നെ അടിച്ചു. പോലീസിന്റെ ഭൂമിയില്ല. അവർ കംപ്ലീറ്റ് വീട് എടുത്ത് മാറി നേരമുണ്ട്.
സർട്ടിഫിക്കറ്റ്